അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, സാധാരണക്കാരായ ആളുകൾക്ക് പലർക്കും കൺഫ്യൂഷൻ വരുന്ന ഒരു വിഷയമാണ് വഖഫ് ചെയ്യുക എന്നുള്ളത്. ഓതിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ശ്വാസം വിടുമ്പോൾ എങ്ങനെയാണ് നിർത്തുക എന്നുള്ളത് പലർക്കും സംശയവും അല്ലെങ്കിൽ തെറ്റായ രൂപത്തിലേക്ക് നിർത്താൻ സാധ്യതയുണ്ട്. ഉദാഹരണത്തിന് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം يا أيها الذين آمنوا يا أيها الذين آمنوا لا تلهكم ഇപ്പോൾ ഓതിയത് ശ്രദ്ധിച്ചല്ലോ. യാ അയ്യുഹല്ലദീന എന്ന് പറഞ്ഞിട്ട് നിർത്തിയിട്ട് ചിലപ്പോൾ ഒന്നുകൂടി എടുത്ത് ഓതുന്നു അല്ലദീന ആമനു അല്ലെങ്കിൽ ആമനു ലാ തുൽഹികും. ഇപ്പൊ നിർത്തിയത് യാ അയ്യുഹല്ലദീന, അവിടെ നൂനിന് ഫത്ഹ് കൊടുത്തിട്ടാണ് നിർത്തിയത്. നമ്മളിങ്ങനെ ഓതുമ്പോൾ നമുക്കറിയാലോ എവിടെയാണ് ശ്വാസം മുറിയുക എന്നുള്ളത്. അപ്പൊ ശ്വാസം മുറിയുന്നത് എവിടെയാണോ അവിടെ നമ്മൾ വഖഫ് ചെയ്യുന്നു. അതാണ് വഖഫ് എന്ന് പറഞ്ഞാൽ ശ്വാസം വിടാൻ വേണ്ടി നിർത്തുക. അതിന്റെ പേരാണ് വഖഫ് എന്നുള്ളത്. രണ്ട് രൂപത്തിലാണ് നിർത്തുന്നത്. ഒന്ന്, നമ്മൾ സാധാരണ എന്ത് ചെയ്യും, ഓതിക്കൊണ്ടിരിക്കുമ്പോൾ ശ്വാസം വിടാൻ വേണ്ടി നിർത്തുക അല്ലേ. പിന്നെ ഓത്തുമ്പോൾ എന്ത് ചെയ്യും, നമ്മൾ നിർത്തി പോകും. മൊത്തത്തിൽ നിർത്തിയിട്ടുണ്ടല്ല, ആ നിർത്തലല്ല. പിന്നെ ഒന്ന് സക്ത എന്നുള്ളത്, ശ്വാസം വിടാതെ നിർത്തുക, അതാണ് സക്ത. അത് പല സ്ഥലങ്ങൾ യാസീനൊക്കെ ഉണ്ടല്ലോ. ഒന്ന് നിർത്തുക, പക്ഷെ ശ്വാസം വിടാൻ പാടില്ല. അങ്ങനെയാണ് അവിടെ ചെയ്യേണ്ടത്. എന്ന് പറഞ്ഞിട്ടാണ് ഓതേണ്ടത്. അപ്പൊ ഇവിടെ നമ്മൾ ശ്വാസം വിടാൻ വേണ്ടി ഓതിക്കൊണ്ടിരിക്കുമ്പോൾ അതിന്റെ അവസാന അക്ഷരത്തിന് സുക്കൂൻ കൊടുക്കണം. ഇതാണ് നമ്മുടെ നിയമം അല്ലെ. സുക്കൂന് സാധാരണ മിക്ക സ്ഥലങ്ങളിലും സുക്കൂൻ ആയിരിക്കും വരിക. തൻവീൻ ഫത്ഹ് നീട്ടാനുള്ള സ്ഥലം, ഹാത്ത വരുന്ന സ്ഥലം, ഇതല്ലാത്ത ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ സുക്കൂനാണ് കൊടുക്കേണ്ടത്. യാ അയ്യുഹല്ലദീൻ, നൂനിന് സുക്കൂൻ കൊടുത്തു. നീട്ടാനുള്ള സ്ഥലമാണെങ്കിൽ നീട്ടുക. യാ അയ്യുഹ, അവിടെ നീട്ടാനുള്ള സ്ഥലമാണ് അവസാനം ഒരു അലിഫുണ്ടല്ലോ. അപ്പൊ അലിഫുള്ള സ്ഥലത്ത് നീട്ടാനുള്ള അക്ഷരം എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണ്? അലിഫ്, യാ, വാവ് അല്ലേ. അപ്പോ യാ അയ്യുഹല്ലദീന ആമനു, ആമനു, ഇവിടെ എന്താണ് നീട്ടാനുണ്ട് അല്ലേ, വാവാണ് നീട്ടാൻ ഉപയോഗിച്ചത്. ആമനു. ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ തൻവീൻ ഫത്ഹ് നീട്ടാനുള്ള സ്ഥലം, ഹാത്ത വരുന്ന സ്ഥലങ്ങളിൽ, ഇതല്ലാത്ത ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ നമ്മൾ സുക്കൂനാണ് കൊടുക്കേണ്ടത്. ലാ തുൽഹികും, അവിടെ മീമിന് സുക്കൂൻ കൊടുത്തു. മീമിന്റെ സുക്കൂന് അവിടെ ഉണ്ട്. അപ്പൊ പിന്നെ നമ്മൾ പ്രത്യേകിച്ച് സുക്കൂൻ കൊടുക്കേണ്ട. ലാ തുൽഹികും അംവാലുകും, അവിടെയും മീമിന് സുക്കൂൻ ഉണ്ട്. പിന്നെ അവിടെ പ്രത്യേകിച്ച് നോക്കണ്ട. ലാ തുൽഹികും അംവാലുകും വലാ, അംവാലുകും വലാ മതി, കൂടുതൽ നീട്ടരുത്. മദ്ദുണ്ട്, ആ മദ് നീട്ടുമ്പോ വരില്ല, അല്ല അവിടെ നിർത്തുമ്പോ ആ മദ് ഉണ്ടാവുകയില്ല. നേരെ മറിച്ച് ചേർത്തി വായിക്കുമ്പോഴാണ് ആ മദ് ഉണ്ടാവുന്നത്. ലാ തുൽഹികും അംവാലുകും വലാ. ഇനി അവിടെ നിർത്താതെ ഓതുകയാണെങ്കിൽ ലാ തുൽഹികും അംവാലുകും വലാ ഔലാദുകും വലാ ഔലാദുകും അൻ, അവിടെ നിർത്തി. അൻ എന്ന് പറഞ്ഞിട്ടാണ് നിർത്തുന്നത്. അവിടെ നിർത്തി. ഇവിടെ ഒന്നും നിർത്തേണ്ട ആവശ്യമില്ല. നമ്മൾ എന്ത് ചെയ്യാ, വഖഫ് ചെയ്യേണ്ട സ്ഥലത്ത് മാത്രമേ വഖഫ് ചെയ്യേണ്ടതുള്ളൂ. ഇനി ഒരാൾ ഇങ്ങനെ ഓതിക്കൊണ്ടിരിക്കുമ്പോൾ ശ്വാസം മുറിയുകയാണെങ്കിൽ ആ മുറിയുന്ന സമയത്ത് എങ്ങനെയാണ് വഖഫ് ചെയ്യുക എന്നുള്ള വിഷയമാണ് പറയുന്നത്. വലാ ഔലാദുകും അൻ ദിക്ർ, അവിടെ റാഇന് സുക്കൂൻ കൊടുത്തു അല്ലേ. ഇവിടൊക്കെ നിയമങ്ങളുണ്ട്. ഇവിടൊക്കെ എന്താണ്, റാഇന് തർക്കീക്ക് ചെയ്യണം എന്നുള്ള നിയമങ്ങളൊക്കെ ഉണ്ട്. ഇത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് വിശദമായിട്ട് നമ്മുടെ ഖത്ബുൽ ഖുർആന്റെ ക്ലാസ്, വിശുദ്ധ ഖുർആൻ തുടക്കം മുതൽ അവസാനം വരെ
പാരായണം ചെയ്യുന്ന ക്ലാസ്സുകൾ തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ ചാനൽ പരിശോധിച്ച് നോക്കിയാൽ മതി. ഇനി അതല്ല, താഴെ നമ്പറിൽ ഒന്ന് ബന്ധപ്പെട്ടാൽ നിങ്ങൾക്ക് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും വ്യത്യസ്തമായ ഗ്രൂപ്പുകളുണ്ട്. ആ ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യുന്നതായിരിക്കും. താഴെ നമ്പറിൽ വാട്സപ്പ് മെസ്സേജ് അയക്കുക, നിങ്ങൾ ആ ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യുന്നു. അതുപോലെ തന്നെ ഖത്മുൽ ഖുർആൻ നമ്മൾ ഇതുവരെ അപ്ലോഡ് ചെയ്ത ക്ലാസ്സുകൾ മുഴുവനും നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും. അപ്പോൾ നമ്പറിൽ ഒന്ന് മെസ്സേജ് അയച്ചാൽ മതി. അപ്പോൾ ക്ലാസ്സിൽ ചേരാൻ താല്പര്യമുള്ളവരും അതുപോലെ തന്നെ വിശുദ്ധ ഖുർആൻ പഠിക്കണമെന്ന ആഗ്രഹമുള്ളവരൊക്കെ എന്ത് ചെയ്യുക, നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിന് നോട്ടിഫിക്കേഷൻ ഒന്ന് ഓൺ ചെയ്ത് വെക്കുക. നമ്മൾ അയക്കുന്ന മെസ്സേജുകളൊക്കെ നിങ്ങളെ ഫോണിലേക്ക് മെസ്സേജ് ആയിട്ട് വരുന്നതാണ്. സാധാരണക്കാരായ പ്രായമുള്ളവർക്കും അല്ലാത്തവർക്കൊക്കെ പഠിക്കാൻ കഴിയുന്ന രൂപത്തിലുള്ള ക്ലാസ്സുകളാണ്. ഖത്മുൽ ഖുർആൻ ഓത്ത് മാത്രമല്ല, ഓതേണ്ട രൂപങ്ങളൊക്കെ നമ്മളാൽ കഴിയുന്ന രൂപത്തിൽ പറഞ്ഞു തന്നുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഏതായാലും ഉപകരിക്കുന്ന ഒരു ചെറിയൊരു ക്ലാസ് ആണ്. അപ്പം എന്ത് ചെയ്യുക, കഴിയുന്നവരൊക്കെ എന്ത് ചെയ്യുക, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, നിങ്ങളെ വിലപ്പെട്ട അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുകയും ചെയ്യുക. അപ്പൊ അത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ഇന്നത്തെ വിഷയം ഇവിടെ വഖഫ് മാത്രമേ പറയുന്നുള്ളൂ. പ്രത്യേകിച്ച് നമ്മൾക്ക് എപ്പോഴും പാരായണം ചെയ്യുന്ന ഒരു സൂറത്തും കൂടിയാണല്ലോ സൂറത്തുൽ മുനാഫിഖൂന, സൂറത്തുൽ ജുമുഅ ഒക്കെ തുടങ്ങിയ സൂറത്തുകളെ. അപ്പോൾ അതിന്റെ അവസാന ഭാഗം മാത്രമേ എടുത്തിട്ടുള്ളൂ. അപ്പൊ ഒന്ന് പറയുക എന്ന ഉദ്ദേശം മാത്രമാണ്. ഇൻഷാ അല്ലാഹ് ഈ വഖഫിന്റെ വിഷയം മാത്രമേ പറയുന്നുള്ളൂ. ഇനിയും മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ കമന്റിലായിട്ട് വരിക ഇൻഷാ അല്ലാഹ്. അതുപോലെ തന്നെ അയാളുടെ നമ്പറിലൊക്കെ ഒന്ന് മെസ്സേജ് അയച്ചാൽ മതി. لا تلهكم أموالكم ولا أولادكم عن ذكر الله. ഇവിടെ അള്ളാഹു എന്നതിന് സുക്കൂൻ കൊടുത്തില്ല, അതിലുള്ള ഹായിന് സുക്കൂൻ കൊടുത്തു. അപ്പൊ നിർത്തുന്ന സമയത്ത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. മദ് ആരിദ് വരുന്നതാണ്, മദ് ലീൻ വരുന്നതാണ്. ഇതൊക്കെ പ്രത്യേകമായിട്ട് നമ്മുടെ ഖത്മുൽ ഖുർആന്റെ ക്ലാസ്സുകളിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. 39ാമത്തെ ക്ലാസ് കഴിഞ്ഞിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് 40ാമത്തെ ക്ലാസ് ഇൻഷാ അല്ലാഹ് നാളെ മറ്റന്നാളൊക്കെ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പൊ അന്ന് ശ്രദ്ധിക്കുക. ومن يفعل ذلك فأولئك هم الخاسرون. ومن يفعل അവിടെ എന്താണ്, ലാമിന് സുക്കൂനാണ്. ومن يفعل ذلك ഓരോ പദത്തിൽ എവിടെയാണോ നിർത്തുന്നത്, നമ്മൾ എവിടെയാണോ നിർത്തുന്നത്, ആ നിർത്തുമ്പോൾ നമ്മൾ എങ്ങനെയാണ് നിർത്തേണ്ടത് എന്നുള്ള വിഷയമാണ്. ഞാനിങ്ങനെ ഓരോന്നായിട്ട് നിർത്തുന്നത്. ഇവിടെ ഇങ്ങനെയാണ് നിർത്തേണ്ടത്, അടുത്ത പദത്തിൽ എങ്ങനെയാണ് നിർത്തേണ്ടത് എന്ന് നമ്മൾ ഇപ്പൊ ഞാൻ ഓതുന്നത് പോലെ ആയിരിക്കില്ല നിങ്ങൾ ഓതുന്നത്. അപ്പൊ ഓതിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ശ്വാസം വിടാൻ വേണ്ടി ഏതെങ്കിലും ഒരു ഭാഗത്ത് നിർത്തേണ്ടി വരുമല്ലോ. അപ്പൊ ആ നിർത്തുന്നതിനാണ് വഖഫ് എന്ന് പറയുക. ومن يفعل ذلك فأولئك അവിടെ കാഫിന് ഫത്ഹാണുള്ളത്, ദാലിക എന്നുള്ളത് ഫത്ഹാണുള്ളത്. അപ്പൊ അവിടെ സുക്കൂൻ ചെയ്യണം. ഫഉലൈക ഹും, അവിടെ മീമിന് ലമ്മാണുള്ളത്. തൻവീൻ ഫത്ഹും നീട്ടാനുള്ള സ്ഥലമല്ലാത്ത ബാക്കി ഏത് ലൊമ്മ വന്നാലും ഫത്ഹ് വന്നാലും വെറും ഫത്ത് ഉണ്ടല്ലോ. തൻവീൻ ഫത്ത് എന്ന് പറഞ്ഞാൽ ഡബിൾ ഫത്ത് അല്ലേ? ഡബിൾ ഫത്ത് വരുമ്പോൾ മാത്രം, ഡബിൾ കസർ ആണെങ്കിലും ഡബിൾ ആയിട്ട് ലൊമ്മ വന്നാലും അതുപോലെ തന്നെ ഫത്തും കസറും ലൊമ്മൊക്കെ വന്നാലും അവിടെയൊക്കെ നമ്മൾ സുക്കൂനാണ് കൊടുക്കേണ്ടത്. തൻവീൻ ഫത്ത് ഡബിൾ ഫത്ത് മാത്രം, അതിൽ തൻവീൻ കസർ ഇല്ല, ഡബിൾ കസർ ഇല്ല. അതിലൊക്കെ ഡബിൾ കസർ വന്നാലും ഡബിൾ ലൊമ്മ വന്നാലും അവിടെയൊക്കെ സുക്കൂനാണ് കൊടുക്കേണ്ടത്. ومن يفعل ذلك فأولئك هم വേറൊന്നും ചെയ്യണ്ട. فأولئك هم الخاسرون. فأولئك هم الخاسرون. നൂനിന് സുക്കൂന് അല്ലേ? നൂനിന് ഫത്ഹാണുള്ളത്, നിർത്തിയപ്പോൾ സുക്കൂനാണ് കൊടുത്തിട്ടുള്ളത്. وأنفقوا مما رزقناكم وأنفقوا അവിടെ നീട്ടാനുണ്ട്, നീട്ടാനുള്ള സ്ഥലത്ത് നീട്ടിയിട്ടാണ് നിർത്തേണ്ടത്. وأنفقوا مما ശബ്ദമുള്ള മീമാണ്. അതൊക്കെ നമ്മുടെ ക്ലാസ്സുകളിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ നമ്മൾ വിഷയം വഖഫിന്റെ വിഷയമാണ്, നീട്ടാനുള്ള സ്ഥലമായതുകൊണ്ട് മിമ്മാ وأنفقوا مما رزقناكم من قبل ലാമിന് കസറാണ്, സുക്കൂൻ കൊടുത്തു നിർത്തിയപ്പോൾ.
റസഖ്നാകും മിൻ ഖബ്ലി അൻ യഅതിയ അഹദകുമുൽ മൗത്ത് അഹദകും മിൻ ഖബ്ലി അൻ യഅതി. അവിടെ യാന് സുക്കൂൻ കൊടുത്തു. യാന് സുക്കൂൻ കൊടുത്താൽ പിന്നെ എന്തായി? അത് നീട്ടാനുള്ള യാ ആയിട്ട് മാറി അല്ലേ? അൻ യഅതി തി എന്നുള്ളതാണ്. യാന് സുക്കൂൻ കൊടുത്തു. യാന് സുക്കൂനായ പിന്നെ എന്താ? അതിന് മുമ്പ് കസറാണല്ലോ, അപ്പൊ ഓട്ടോമാറ്റിക്കായി നീട്ടാനുള്ള അക്ഷരമായിട്ട് മാറി. അൻ യഅതി അഹദകും മീമിന് ലമ്മാണുള്ളത്, അവിടെ സുക്കൂൻ കൊടുത്തു. أن يأتي أحدكم الموت أن يأتي أحدكم الموت. അതിന് സുക്കൂൻ കൊടുത്തു. ലമ്മാണുള്ളത്, സുക്കൂൻ കൊടുത്തു. സുക്കൂൻ കൊടുത്തപ്പോൾ അല്ലെ അതിന് മുമ്പുള്ളത് ലീനിന്റെ അക്ഷരമായ വാവാണ്. ലീനിന്റെ അക്ഷരം യാവും വാവും സുക്കൂന് വരിക എന്താണ്? അതിന് സുക്കൂന് മുമ്പ് പിന്നെ ലീനിന്റെ അക്ഷരമായ യാവോ വാവ് വരികയും അതിന്റെ മുമ്പ് ഫത്ഹ് ആവുകയും ഈ യാവിനും വാവിനും സുക്കൂനാവുകയും അസ്ലിയായിട്ട് അവിടെ ഒറിജിനലായിട്ട് അവിടെ സുക്കൂന്റെ ചിഹ്നം ഉണ്ടാവുകയും ചെയ്യും. ഇങ്ങനെയുള്ള സമയത്ത് മദ് ലീൻ വരും. അപ്പൊ നിർത്തുമ്പോ മൗത്ത് ഒന്ന് ചെറിയ നിലക്ക് നീട്ടുക. മൗത്ത് അതിന് സുക്കൂൻ കൊടുത്തു. فيقول رب لولا أخرتني إلى أجل فيقول رب فيقول അല്ലെ നിർത്തുമ്പോഴൊക്കെ അവിടെ മദ് ആരിൽ വരുന്നുണ്ട്. മദ് ആരിൽ എന്ന് പറഞ്ഞാൽ നിർത്തുന്ന സമയത്ത് ലാമിന് സുക്കൂന് അല്ലെ തൊട്ട് മുമ്പ് നീട്ടാനുള്ള അക്ഷരമാണെങ്കിൽ അവിടെ മദ് ആരിൽ വരും, പുതിയൊരു മദ് ഉണ്ടാവുകയും ചെയ്യുന്നു. ഇതൊക്കെ നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. ഫയഖൂല റബ്ബ് ബായിന് സുക്കൂൻ കൊടുത്തു. ഫയഖൂല റബ്ബി ലൗലാ അഖർതനി നിർത്തുമ്പോ ആ മദ് അവിടെ ഉണ്ടാവില്ല. ലൗല ഇത്രയേ ഉണ്ടാവുള്ളൂ നിർത്തുകയാണെങ്കിൽ. ലൗല അഖർതനി 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 അത് മതി. ഒരു നീട്ടല്, സാധാരണ ഒരു നീട്ടല് നിർത്തുകയാണെങ്കിൽ. നിർത്തുന്നില്ല എങ്കിൽ ലൗല അഖർതനി ഇലാ അജൽ അവിടെ തൻവീൻ കസറാണുള്ളത് അല്ലേ? അവിടെ നിർത്തുമ്പോ ഇലാ അജൽ അജലിൻ എന്നുള്ളത് നിർത്തുമ്പോ അജൽ ഇലാ അജലിൻ ഖരീബ് തൻവീൻ കസറാണുള്ളത്. فأصدق وأكن من الصالحين فأصدق وأكن നിർത്തി വഅകും അവ കൂട്ടി വായിക്കുമ്പോൾ വരില്ല, കാരണം ഇദ്ഗാം ബിഗുന്നയുടെ അക്ഷരമാണ്. വഅകും മിനസ് സാലിഹീൻ. ഇൻഷാ അല്ലാഹ് നമുക്ക് വിശദമായിട്ട് ഓരോ നൂനിന്റെയും അതുപോലെ തന്നെ മീമിന്റെ ഒക്കെ നിയമങ്ങൾ നമുക്ക് ചെറിയ ചെറിയ ക്ലാസ്സുകളായിട്ട് നമുക്ക് വേണമെങ്കിൽ അപ്ലോഡ് ചെയ്യാം ഇൻഷാ അല്ലാഹ്. ഇപ്പൊ നമ്മൾ പ്രധാനമായും വഖഫിന്റെ വിഷയമാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കുക. മറ്റുള്ള വിഷയങ്ങളൊക്കെ പഠിക്കണമെങ്കിൽ നമ്മുടെ ഖത്മുൽ ഖുർആന്റെ ക്ലാസ്സിൽ ചേരുക. അതുപോലെ തന്നെ നമ്മുടെ ഈ ക്ലാസ്സുകളൊക്കെ എന്ത് ചെയ്യുക, കൂട്ടുകാർക്കൊക്കെ ഒന്ന് അയച്ചു കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക. ആർക്കെങ്കിലും ഉപകാരപ്പെടുകയാണെങ്കിൽ അതിൻ്റെയൊക്കെ പ്രതിഫലം നമുക്ക് ലഭിക്കും. അല്ലാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. فأصدق وأكن من الصالحين ولن يؤخر എന്നല്ല യുഅഖിർ റാഇനെ തർക്കീഖ് ചെയ്യണം. റാഇന് സുക്കൂൻ കൊടുത്തു അല്ലേ? നമ്മുടെ വിഷയം അതാണ്. വലൻ യുഅഖിറല്ലാഹു നഫ്സ. ഇവിടെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ വിഷയം. തൻവീൻ ഫത്ഹ് വന്നാൽ ആ ഫത്ഹോട് കൂടെ ഒരു അല്പം നീട്ടിയിട്ടാണ് നിർത്തേണ്ടത്. നഫ്സൻ എന്നുള്ളത് നഫ്സ. വലൻ യുഅഖിറല്ലാഹു നഫ്സ. തൻവീൻ ഫത്ഹ് ആണ്, വളരെ പ്രത്യേകം ശ്രദ്ധിക്കുക. തൻവീൻ ഫത്ഹ് ആ രൂപത്തിലാണ് നിർത്തേണ്ടത്. ഇത് മാത്രമല്ല, നമ്മൾ പ്രത്യേകിച്ച് അവസാന ആയത്തിന്റെ അവസാനമൊക്കെ വരുമ്പോൾ തൻവീൻ ഫത്ഹ് വരുമ്പോൾ അവിടെ സുഖം കൊടുക്കരുത്. അവിടെ തൻവീൻ ഫത്ഹോട് കൂടെ പിന്നെ ഫത്ഹോട് കൂടെ ഒന്ന് അല്പം നീട്ടിയിട്ടാണ് നിർത്തേണ്ടത്. ബസ്ഗീറൻ എന്നുള്ളത് ബസ്ഗീറ നദീറ. മനസ്സിലായില്ലേ? അപ്പൊ ആ രൂപത്തിലാണ് സമീഅ. തൻവീൻ ഫത്ഹ് ഉള്ളോടത്ത്
ആ രൂപത്തിലാണ് നിർത്തേണ്ടത്. അത് ആയത്തിന്റെ ഇടയിലായാലും ആയത്തിന്റെ അവസാനമായാലെങ്കിലും നമ്മൾ ഓതിക്കൊണ്ടിരിക്കുമ്പോൾ അവിടെ നിർത്തേണ്ടി വന്നാൽ, ശ്വാസം വിടേണ്ടി വന്നാൽ, അപ്പൊ അവിടെ വഖഫാണല്ലോ. ശ്വാസം വിടുമ്പോൾ സ്വാഭാവികമായിട്ട് അവിടെ നിർത്തേണ്ടി വരുമല്ലോ. അതിനാണിത് വഖഫ് എന്ന് പറയാം. ഉദാഹരണത്തിന് ഞാൻ ഇങ്ങനെ ഓതി പോകുമ്പോ നിർത്തുന്ന നോക്കിക്കോളി. അവിടെ ഞാൻ നിർത്തി, ശ്വാസം വിടേണ്ടി വന്നു. إذا جاء أجلها والله خبير بما, ബാക്കി ഓതാൻ എന്നെ കൊണ്ട് കഴിയുന്നില്ല. ശ്വാസം വിടാൻ, ശ്വാസം മുറിയാണ്. അപ്പൊ ബിമ എന്ന് പറഞ്ഞ് നിർത്തേണ്ടി വരും. അപ്പൊ അവിടെ ബിം എന്ന് പറയാൻ പറ്റൂല. ഖബീർ എന്നുള്ളത് നിർത്തുകയാണെങ്കിൽ വല്ലാഹു ഖബീറുൻ എന്ന് പറഞ്ഞ് നിർത്തരുത്. നിർത്തുകയാണെങ്കിൽ വല്ലാഹു ഖബീർ, ഖബീർ എന്നല്ല ഖബീർ, അവിടെ തർക്കീക്ക് ചെയ്യണം. അപ്പൊ ഇതൊന്നും ഞാൻ വിശദമായിട്ട് പറഞ്ഞിട്ടില്ല. അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ഖത്മുൽ ഖുർആന്റെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് കേൾക്കാൻ വേണ്ടി ശ്രമിക്കുക. താല്പര്യമുള്ളവർക്ക് മാത്രം കേട്ടാൽ മതി. പഠിക്കണമെന്ന ഉദ്ദേശത്തോടു കൂടെ വിശുദ്ധ ഖുർആൻ പ്രത്യേകിച്ച് നമുക്ക് നമ്മളാൽ കഴിയുന്ന രൂപത്തിൽ 3 പ്രാവശ്യമെങ്കിലും ഏറ്റവും ചുരുങ്ങിയത് ഖത്മ് തീർക്കാൻ പറ്റുന്ന രൂപത്തിലുള്ള ക്ലാസ്സുകളാണ്. അപ്പൊ അത് കേൾക്കാൻ താല്പര്യമുള്ള ആളുകൾക്ക് എന്ത് ചെയ്യുക, കേൾക്കുക. അതുപോലെ തന്നെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് അയച്ചു കൊടുക്കുകയും ചെയ്യാം. ولن يؤخر الله نفسا إذا جاء. അവിടെ എന്ത് ചെയ്തു? ഹംസക്ക് സുക്കൂൻ കൊടുത്തു. ഫത്ഹാണുള്ളത് നിർത്തി എന്ന സമയത്ത്. ഇത എന്നുള്ളത് നിർത്തുകയാണെങ്കിൽ ഇത എന്ന് തന്നെയാണ് നിർത്തേണ്ടത്. ഇത ജാഅ അജലുഹാ വല്ലാഹു. ഇത് നമ്മൾ സാധാരണ ഓതിക്കൊണ്ടിരിക്കുന്ന സൂറത്തുകളിൽ ചിലപ്പോൾ കൺഫ്യൂഷൻ ഉണ്ടാവും. നമ്മളിങ്ങനെ ഓതി പണ്ടേ മുതൽ ഇങ്ങനെ ശീലിച്ചു പോകുന്നുണ്ട്. അതുപോലെ തന്നെ ഇഖ്ലാസും അതുപോലെ തന്നെ സൂറത്തുൽ നാസും സൂറത്തുൽ ഫലക്കും യാസീനൊക്കെ ചിലപ്പോൾ പക്ഷെ അങ്ങനെ പോകും. പക്ഷെ ഖത്മ് തീർക്കുന്ന സമയത്ത് ഇത് ചിലപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കാതെ പോകാനൊക്കെ സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞത്. വലൻ യുഅഖിറല്ലാഹു നഫ്സൻ ഇദാ ജാഅ അജലുഹാ വല്ലാഹു ഖബീറും ബിമാ തഅമലൂൻ. അപ്പോ ആ രൂപങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുകയാണ്. പിന്നെ മുമ്പുള്ള ഒരു ആയത്ത് ഒന്ന് ശ്രദ്ധിച്ചോളി. يقولون لئن رجعنا إلى المدينة. അവിടെ ആണല്ലോ ഉള്ളത് അല്ലെ. തൻവീൻ ഫത്ത് ആണെങ്കിലും തൻവീൻ കസർ ആണെങ്കിലും എങ്ങനെയാണെങ്കിലും ഹത്താഇനെ ഉച്ചരിക്കേണ്ടത് അവിടെ വഖഫ് ചെയ്യുകയാണെങ്കിൽ മദീന പിന്നെ ത മാറിയിട്ട് ഹ ആയി മാറുന്നതാണ്. അവിടെ പിന്നെ തൻവീൻ ഫത്ത് ഒന്നും നോക്കണ്ട. ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ തൻവീൻ ഫത്ത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് സൂറത്തുൽ വാഖിഅ ഓതുമ്പോൾ ഇന്നാ അൻശഅനാഹുന്ന ഇൻശാഅ. അവിടെ തൻവീൻ ഫത്ത് മാത്രമേ ഉള്ളൂ, ഒരു അലിഫ് ഉണ്ടാവില്ല. പക്ഷെ അവിടെ നിർത്തുമ്പോൾ ഹംസ ആയതുകൊണ്ട് അവിടെ ആ അലിഫ് കൊടുത്തിട്ട് തന്നെയാണ് നിർത്തേണ്ടത്. അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇവിടെ ത ഉണ്ട്, താഇനെ ഹ ആക്കി മാറ്റേണ്ടതാണ്. ഇൻഷാ അല്ലാഹ് നമുക്ക് ഒന്നുകൂടി ഒന്ന് ഓതി നോക്കാം. يا أيها الذين آمنوا لا تلهكم أموالكم ولا أولادكم عن ذكر الله ومن يفعل ذلك فأولئك هم الخاسرون وأنفقوا مما رزقناكم من قبل أن يأتي أحدكم الموت فيقول رب لولا أخرتني إلى أجل قريب فأصدق وأكن من الصالحين ولن يؤخر الله نفسا إذا جاء أجلها والله خبير
വല്ലാഹു ഖബീറും ബിമാ തഅമലൂൻ. സദഖല്ലാഹുൽ അലിയുൽ അദീം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ ക്ലാസ്സുകൾ പൂർണ്ണമായിട്ടും കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. നാം ഓതുന്ന ഓരോ ഹർഫുകളും ധാരാളം ഹസനാത്തുകളായി അല്ലാഹു തആല രേഖപ്പെടുത്തി നാളെ കണക്കുളിർമ കാണാനുള്ള സൗഭാഗ്യം അല്ലാഹു തആല പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അമീൻ. എന്നൊക്കെ മരണപ്പെട്ടുപോയുടെ ഹദറത്തിലേക്ക് ഇതിനൊക്കെ മിസ്ല സവാബിനെ എത്തിച്ച് അവർക്ക് സന്തോഷം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അമീൻ. ബി റഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.